ഹാപ്പി ബർത്ത്ഡേ കൈ കാല് പറിച്ചിട്ടെങ്കിൽ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ട് എപ്പോഴത്തെ പോലെ തന്നെ സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ്. ഇത് പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഒരു പതിവായ സംഭവം ആയതുകൊണ്ട് തന്നെ സർപ്രൈസ് ആവാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു 12 മണി ആവാതെ 12 മണിക്ക് മുമ്പ് കട്ട് ചെയ്യാൻ. അതാകുമ്പോൾ കുറച്ച് നേരത്തെ സർപ്രൈസ് ആവും. പിന്നെ ബർത്ത്ഡേ ഗേൾ ഒരുങ്ങിയില്ലെങ്കിലും കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെയാണ് പോയത്. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ സർപ്രൈസ് കൊടുക്കുക എന്ന് ഞങ്ങളാണ് സർപ്രൈസ് ആയി പോയത്. അവിടെ ആളില്ലായിരുന്നു. പിന്നെ അവിടെ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇല്ലാതിരുന്നത് കുറച്ചും കൂടി നന്നായെന്ന് ഞങ്ങൾക്ക് തോന്നി. അതായപ്പോൾ കയറി വന്നപ്പോൾ തന്നെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് എന്തായാലും പ്രതീക്ഷിച്ചാണ്. പക്ഷേ 12 മണിക്ക് മുമ്പ് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് കുറച്ച് സർപ്രൈസ് ആയിട്ടുണ്ട്. അങ്ങനെ കേക്ക് വന്നു. കേക്ക് കത്തിക്കാനുള്ള തിരി വന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ ഇവിടെ കഴിഞ്ഞു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയ പണി ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ബട്ടർ സ്കോച്ച് കേക്ക് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് മാംഗോ ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. എല്ലാവർക്കും ഞാൻ ഈ വേളയിൽ നന്ദി അറിയിക്കണം. എന്റെ കൈ കാല് പറിച്ചിട്ടെങ്കിൽ